ഓ മൈ ഗോഡ്. വാവേ ഒരു മിനിറ്റ്. Super absorbent. Poppy's diapers. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി നിലമ്പൂർ താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി നിലമ്പൂർ താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നിലമ്പൂർ നഗരസഭാ ഹാളിൽ നടത്തിയ ജനകീയ സദസ്സ് ഇന്ന് രാവിലെ 11 മണിക്ക് PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. KSRTC നഷ്ടമുണ്ടാക്കുന്നുണ്ട്, കോടികളാണ് പൈസ കൊടുക്കുന്നത്. നമ്മൾ പലരും എതിർക്കാറുണ്ട്. പക്ഷേ KSRTC ഇല്ലെങ്കിലും മുമ്പ് എയർ ഇന്ത്യ ഇല്ലായിരുന്നെങ്കിലും എയർ ഇന്ത്യ കൊടുത്തു, അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം 30 കിലോ 20 ആക്കും 10 ആക്കും സ്വകാര്യ ആൾക്കാരെ കയ്യിൽ വന്നാൽ. അപ്പോൾ ഇതിനെ നിർത്തിയിരുന്ന നിൽക്കുന്ന ഘടകമാണ് KSRTC. KSRTC പൊളിഞ്ഞോ കൂട്ടണം എന്നല്ല പറയണ്ട, അതിനെ കൂടുതൽ ശക്തി പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ വില എനിക്കൊക്കെ മനസ്സിലായത് വളരെ വൈകിട്ടാണ്. 10,000 കോടി ചിലവാക്കിയിട്ടാണ് മെട്രോ റെയിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് കിട്ടുന്ന വരുമാനം വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ കൊച്ചിൻ മെട്രോ ക്രമേണ ലാഭത്തിലാകും. വാട്ടർ മെട്രോ, അതേപോലെ കണക്ടിവിറ്റി. ഈ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം അബദ്ധം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബസ് ഉടമസ്ഥരുടെ ആവശ്യങ്ങൾ സർക്കാർ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള സദസ്സുകൾ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം RDO നസീർ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, DYSP സന്തോഷ്, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, CI മനോജ് പറയട്ട, മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും സദസ്സിൽ ഉന്നയിച്ചു. A+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോടുകൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോടുകൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.